ഈ ഹീലിയം 10ന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ആദ്യമായിട്ട് ഹീലിയം 10 എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഫൈൻഡിങ്ങിന്റെ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് എങ്ങനെ ലോഞ്ച് ചെയ്യാം, അതിന്റെ കോമ്പറ്റീഷൻ്റെ സ്റ്റേജ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒപ്റ്റിമൈസ്ഡ് ടൂളാണ് ഈ ഹീലിയം 10. ഇത് പെയ്ഡ് ടൂളാണ്. ഇതിന് അറൗണ്ട് 370 grams വരുന്നുണ്ട്. ഞാൻ 2 തവണ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തായിരുന്നു. പിന്നീട് എൻ്റെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്തു. ഈ മാർക്കറ്റിന് വേണ്ടിയിട്ടായിരുന്നു. കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലോഞ്ച് ചെയ്യാൻ പോവാണ് ഈ മാസമോ നെക്സ്റ്റ് മന്ത് ഒക്കെ ലോഞ്ച് ചെയ്യും. അപ്പോൾ ഈ ടാസ്കിൽ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ആദ്യമായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രൊഡക്റ്റ് ഡാഷ്ബോർഡ്. ഇതിൽ പ്രൊഡക്റ്റ് ദെൻ ബ്ലാക്ക് ബോക്സ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് കൺട്രി സെലക്ട് ചെയ്യണം. ഏതൊരു കൺട്രി ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ. അപ്പോൾ യു എ ആണെങ്കിൽ യു എ സെലക്ട് ചെയ്തു. ദെൻ ഇതിൽ നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഒരു കാറ്റഗറി ഞാനിവിടെ ചൂസ് ചെയ്യുന്നു, കിച്ചൺ, ഓഫീസ് സെലക്ട് ചെയ്തു. നമ്പർ ഓഫ്, ഇപ്പോൾ ഹോൾസെയിൽ ആണോ പ്രൈവറ്റ് ലേബിൾ ആണോ എന്നുള്ളത് നോക്കും. നമ്മൾ ഹോൾസെയിൽ ആണെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷൻ ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് മിനിമം 3 സെല്ലേഴ്സ് കൊടുക്കാം, മാക്സിമം 15 സെല്ലേഴ്സ് കൊടുക്കാം. പിന്നെ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എത്ര റേഞ്ചിലാണ് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു മിനിമം ഒരു 20 grams അപ് ടു 80 grams കൊടുക്കാം. റിവ്യൂ കൗണ്ട് മാക്സിമം എത്ര റിവ്യൂ ഉള്ള ലിസ്റ്റിംഗ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ്. അതായത് ന്യൂലി ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റിനാണോ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ less than 500 അല്ലെങ്കിൽ ഒരു 5000 ഇതിന് താഴത്തേക്കൊക്കെ നോക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു 500 കൊടുക്കുന്നത്. ദെൻ റിവ്യൂ റേറ്റിംഗ് ഒരു 4 റേറ്റിംഗ്. BSR യു എ മാർക്കറ്റ് 5000. ഈ BSR ഏറ്റവും കുറയുന്നതിനനുസരിച്ച് ആ പ്രൊഡക്റ്റ് അത്രയും ഹൈ സെല്ലിംഗ് ആണ്. BSR കൂടുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റിന്റെ സെയിൽസ് വോളിയം വളരെ കുറവായിരിക്കും, വോളറ്റിലിറ്റി ഉണ്ടാവില്ല. ഇവിടെ ലിസ്റ്റിംഗ് ഏജ് വേണമെങ്കിൽ കൊടുക്കാം, എത്ര സമയത്തിനുള്ളിൽ വന്ന ലിസ്റ്റിംഗ് ആണെന്നെല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഷിപ്പിംഗ് സ്മോൾ എൻവലപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: സ്മോൾ എൻവലപ്പ്, സ്റ്റാൻഡേർഡ് എൻവലപ്പ്, ലാർജ് എൻവലപ്പ്. ഞാൻ വെയിറ്റ് മാക്സിമം 2.5 LB. ഫുൾഫിൽമെന്റ് സെന്റർ FBA ആമസോൺ ഇല്ല, ഇത് രണ്ടും ഒഴിവാക്കാറുണ്ട് ഞാൻ പതിവ്. വേരിയേഷൻ കൗണ്ട് മിനിമം 2. പിന്നെ ടൈറ്റിൽ കീവേഡ്സ് വേണമെങ്കിൽ അത് വെച്ച് സെർച്ച് ചെയ്യാം. എക്സ്ക്ലൂഡ് സെല്ലർ കൺട്രി, എക്സ്ക്ലൂഡ് സെല്ലർ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ആമസോൺ സെലക്ട് ചെയ്യാം. ആമസോൺ ഏതൊക്കെ ലിസ്റ്റിങ്ങിലുണ്ടോ ആ ലിസ്റ്റിംഗ് ഒന്നും നമുക്ക് വിസിബിൾ ആവില്ല. പക്ഷെ ഞാൻ ഒന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ ലാപ്പിന്റെ ഓക്കെ സ്പീക്കർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ലാപ്പിന്റെ സ്പീക്കർ, കാരണം അവിടുന്ന് നോയിസ് സൗണ്ട് വരുന്നുണ്ട്. മ്യൂട്ട് ആക്കിയാൻ ഇല്ല, പറ്റും. അപ്പോൾ വർക്കിംഗ് ആവുന്നില്ല. ലാപ്പിന്റെ സൗണ്ട് വരുന്ന ഇല്ല, ഞാൻ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നു. ലാബ്. ഓക്കെ ഓക്കെ ഓക്കെ. രണ്ട് ഡിവൈസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കുഴപ്പമില്ല. ഈ ഹെഡ്ഫോൺ ഓഫ് ചെയ്യണം. ഹലോ. ഇനി പറഞ്ഞോളൂ, ഇനി പറഞ്ഞോളൂ. ക്ലിയർ. ആ ഓക്കെ. ഇവിടെ നമുക്ക് ടാർഗറ്റ് ചെയ്യുന്ന മന്ത്ലി റവന്യൂ മിനിമം നമുക്ക് ചൂസ് ചെയ്യാം. 3500 മാക്സിമം കൊടുക്കാം. ഒരുപാട് മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ ഹൈ സെല്ലേഴ്സിനെ അത് ടാർഗറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അത്രയും വേണ്ടെങ്കിൽ മാക്സിമം 10,000 ഒക്കെ കൊടുക്കാൻ പറ്റും. മന്ത്ലി മിനിമം സെയിൽസ് യൂണിറ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു 100 കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇത് ത്രൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. ഞാൻ സെർച്ച് കൊടുത്തു.
പ്രൊഡക്റ്റ്. ഈ മാർക്കറ്റ് വളരെ ചെറിയ മാർക്കറ്റാണ്, അതുകൊണ്ടാണ് പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റി അവിടെ കൂടുതൽ കാണിക്കാത്തത്. നമ്മൾ ഒരുപാട് സോർട്ട് ചെയ്തെടുക്കുമ്പോൾ അത്രയും ലിമിറ്റഡ് ആയിരിക്കും പ്രൊഡക്ട്സ് വിസിബിൾ ആവുക. ഇപ്പോൾ നമ്മൾ കൊടുത്ത കാറ്റഗറി ബേസിൽ ഈ 3 പ്രൊഡക്റ്റ് മാത്രമാണ് അവൈലബിൾ ഉള്ളത്. ഈ പ്രൊഡക്റ്റ് എക്സാപ്ലേസ് ഇതിന്റെ BSR 93 ആണ്. ഇത് നല്ല ടോട്ടൽ ഓഫ് സെയിൽസ് ആണ് ഇതിന് ജനറേറ്റ് ചെയ്യുന്നത്. പ്രൈസ് ഇതാണ്. മന്ത്ലി 149 യൂണിറ്റ് ആണ് വിസിറ്റ് ചെയ്യുന്നത്. മന്ത്ലി റവന്യൂ 3500. റിവ്യൂ 4 റിവ്യൂ ഉണ്ട്. നമ്മൾ കൊടുത്തായിരുന്നു 4 റിവ്യൂ. ഇതാണ് ഇതിന്റെ സെല്ലർ കൺട്രി ആണ് അവൈലബിൾ ആണ്. പിന്നെ ഓൺലി UPC ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലിസ്റ്റിംഗ് ഏജ് 50 months, more than 5 years. നമ്പർ ഓഫ് ഇമേജ് 7 ഉണ്ട്. വേരിയേഷൻ കൗണ്ട് 16 ഉണ്ട്. ഇവിടെ വേരിയേഷൻ കൗണ്ട് 16 ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് ഹൈ ഡൊമിനൻ്റ് ആയിട്ടുള്ള സെല്ലറാണ്. ഇവിടെ നമുക്ക് ഡൊമിനേറ്റ് ചെയ്യാൻ വളരെ സാധ്യത കുറവായിരിക്കും, കാരണം ഇയാളുടെ പേരിൽ ഒരുപാട് വേരിയൻസ് ഉണ്ട്. പ്ലസ് ഇയാളുടെ ലിസ്റ്റിംഗ് ഏജ് എന്ന് പറയുന്നത് 50 months ആണ്. 2024 ഇയാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് സെയിൽസ് പീരീഡ്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് ഫൈൻഡിങ്ങിൻ്റെ ഒരു ക്രൈറ്റീരിയ. പിന്നെ ഇതിൽ നമുക്ക് സെരിബ്രോ ഇത് വെച്ചിട്ട് നമുക്ക് ഏത് കീവേഡ് ആണോ ടോപ്പ് റാങ്കിങ്ങിൽ വരുന്നത് അത് കണ്ടെത്താനായിട്ട് കഴിയും. ഓക്കെ. ഹീലിയം 10 എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആമസോൺ സെല്ലേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ബിഗ് ടൂളാണ്. ഒരുപാട് ക്രൈറ്റീരിയകൾ ഉണ്ട്, ഒരുപാട് മെത്തേഡ്സ് അതിനകത്തുണ്ട്. ഇപ്പം റഷീദ് എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യാമെന്ന്. കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് മാർക്കറ്റിലെ ഇപ്പോൾ ഏത് പ്രൊഡക്റ്റാണ് ട്രെൻഡ് ഉള്ളത്, എത്ര എമൗണ്ടിന്റെ സെയിലാണ് നടക്കുന്നത്, അതുപോലെ ഏതൊക്കെ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ സെല്ല് ചെയ്യാൻ പിന്നെ പ്ലാൻ ഉള്ളത്, ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഒരു എക്സ്റേ പോലെ, എക്സ്റേ എന്ന ഒരു ടൂൾ തന്നെ അതിനകത്തുണ്ട്, എക്സ്റേ പോലെ നമുക്ക് കിട്ടും. ഓക്കെ.